കബൂത്തർ ബാവ. കുംഭമേളയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് കബൂത്തർ ബാവ. കബൂത്തർ എന്നാൽ ഹിന്ദിയിൽ പ്രാവ് എന്നാണ് അർത്ഥം. തലയിൽ പ്രാവുമായി സഞ്ചരിക്കുന്ന ഒരു ബാവയാണ് കബൂത്തർ ബാവ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാജ്പുരി ജി മഹാരാജ് എന്നാണ്. ഇദ്ദേഹം അതിപുരാതനമായ ജൂന അഖാഡയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ തലയിൽ കഴിഞ്ഞ 9-10 വർഷമായി ഒരു പ്രാവ് കൂടുകൂട്ടിയിരിക്കുകയാണ്. ഈ പ്രാവിന് ഇദ്ദേഹം നൽകിയിരിക്കുന്ന പേര് ഹരിപുരി എന്നാണ്. ഇദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 9-10 വർഷമായി ഈ പ്രാവ് തൻ്റെ കൂടെയുണ്ട്, തന്നോടൊപ്പം എല്ലായിടത്തും യാത്ര ചെയ്യുന്നു. എന്നാൽ ഒരിക്കൽ പോലും തന്നെ വിട്ട് ഈ പ്രാവ് പിരിഞ്ഞു പോയിട്ടില്ല. ഈ പ്രാവ് ഉൾപ്പെടെ താൻ വരുന്ന 3ാമത്തെ കുംഭമേളയാണ്. അതായത് 3 കുംഭമേളകളിൽ തന്നോടൊപ്പം ഈ പ്രാവും പങ്കെടുത്തു. തൻ്റെ കൂടെ ഷഹീസ്നാനിൽ, സന്യാസിമാരുടെ ഷഹീസ്നാനിൽ ഈ പ്രാവും തൻ്റെ കൂടെ സ്നാനം ചെയ്യുന്നുണ്ട്. പലരും ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രാവിനെ കൊണ്ട് നടക്കുമ്പോൾ അതൊരു ശല്യമല്ലേ, ധ്യാനത്തിന് ഭംഗം വരില്ലേ എന്നാണ്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഈ പ്രാവും തന്നെ പോലെ തപസ് ചെയ്യുകയാണെന്നാണ്. മാത്രമല്ല, പ്രപഞ്ച ജീവികളെ നാം കാണുന്ന രീതി ശരിയല്ല എന്നും ഇദ്ദേഹം പറയുന്നു. നമ്മൾ ഉപഭോഗ വസ്തു മാത്രമായി, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വസ്തു മാത്രമായിട്ടാണ് ജീവികളെ കാണുന്നത്. എന്നാൽ ഓരോ ജീവിയും യഥാർത്ഥത്തിൽ എന്താണ് എന്ന് നമ്മുടെ മുൻപിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആത്മീയ ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ ആത്മീയ ജ്ഞാനം ഈശ്വരൻ്റെ ദാനമാണ്. അതേതെങ്കിലും പുസ്തകം വായിച്ചാലോ മറ്റോ നമുക്ക് ലഭിക്കുന്ന അറിവല്ല. ഈ ജ്ഞാനം കിട്ടിയാൽ നാം സകല ജീവികളെയും സ്നേഹിക്കും. ഒരു സാധാരണക്കാരന് ഇതൊരു കേവലം പ്രാവ് മാത്രമാണ്. എന്നാൽ ആത്മജ്ഞാനം ലഭിച്ച ഒരു വ്യക്തിക്ക് ഈ പ്രാവിനെ കാണുമ്പോൾ അതിലൊരു ആത്മാവ് വസിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. രാജ്പുരി ജി മഹാരാജ് പറയുന്നത്, തൻ്റെ പ്രാവ് മുൻ ജന്മത്തിൽ സന്യാസികളുമായി ബന്ധപ്പെട്ട ജീവിതമാണ് നയിച്ചത് എന്നാണ്. അതുകൊണ്ടാണ് സന്യാസിയായ തൻ്റെ കൂടെ എല്ലാ യാഗങ്ങളിലും യജ്ഞങ്ങളിലുമെല്ലാം ഈ പ്രാവ് തൻ്റെ കൂടെ ഇരിക്കുന്നത്, തൻ്റെ തലയിൽ നിന്ന് പറന്നു പോകാത്തതെന്നാണ്. ഒരു സാധാരണ പ്രാവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ ഇണയെ തേടിയെല്ലാം പോകുമായിരുന്നു. നമ്മൾ എത്ര ഓമനിച്ച് വളർത്തുന്ന പ്രാവായാലും കുറേ സമയം പറന്ന് നടന്ന് അതിന് ശേഷമെല്ലാമാണ് തിരിച്ചു വരിക. എന്നാൽ എപ്പോഴും സന്യാസിയായ തൻ്റെ കൂടെ ഏകനായി ഈ പ്രാവ് ഇരിക്കുന്നത്, ഇത് മുൻ ജന്മത്തിൽ സന്യാസികളുമായി ബന്ധപ്പെട്ട ജീവിതമാണ് നയിച്ചത് എന്നതുകൊണ്ടാണ്. മാത്രവുമല്ല, ഇദ്ദേഹം പറയുന്നത്, പാർവതീദേവി ഭോലേനാഥിന് അമർനാഥ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രാവ് ഇത് കേട്ടിരിക്കുകയും അങ്ങനെ ഈ പ്രാവിന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ സന്യാസിമാരുടെ കൂടെ ആയിരിക്കുന്ന ഈ പ്രാവിനും, തൻ്റെ കൂടെ ആയിരിക്കുന്ന ഈ പ്രാവിനും ഇതുപോലെ മോക്ഷം ലഭിക്കുമെന്നാണ്. തന്നോടൊപ്പം ഈ പ്രാവും മോക്ഷത്തിനു വേണ്ടി യത്നിക്കുന്നു എന്നും ഇദ്ദേഹം പറയുന്നു. ഇതെല്ലാം പറയുമ്പോൾ പലരും തന്നെ പരിഹസിക്കുമെന്നും കബൂത്തർ ബാവ പറയുന്നുണ്ട്. കാരണം യഥാർത്ഥ ആത്മീയ ജ്ഞാനം ഈശ്വരൻ എല്ലാവർക്കും നൽകിയിട്ടില്ല. അതും ഭഗവാന്റെ ലീലയാണ്. ഇദ്ദേഹം പറയുന്നത് എല്ലാ ജീവികളും ശിവൻ്റെ അംശമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ജീവികളെ സേവിക്കുക എന്നത് ഭഗവാനെ സേവിക്കുന്നതിന് തുല്യമാണ്. ജീവസേവോ പരമോധർമ്മ, ഇതാണ് തൻ്റെ ലോകത്തോട് പറയാനുള്ള സന്ദേശം എന്നാണ് ഇദ്ദേഹം പറയുക. ജീവസേവോ പരമോധർമ്മ, സകല ജീവികളെയും സേവിക്കണം, സകല ജീവികളോടും സ്നേഹം പ്രകടിപ്പിക്കണം. അങ്ങനെ ജീവികളോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ തന്നെയാണ് സേവിക്കുന്നത്. കാരണം ജീവികളെല്ലാം ഈശ്വരൻ്റെ അംശമാണ്. സ്നേഹമുണ്ടെങ്കിൽ സകല ജീവികളും നമ്മളോട് അടുക്കുന്നതാണ്. എന്നാൽ സ്നേഹമില്ലെങ്കിലോ മനുഷ്യർ പോലും നമ്മിൽ നിന്ന് അകലും. ഏറ്റവും ആദ്യം നാം സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കന്മാരോടും ഗുരുക്കന്മാരോടുമെല്ലാമാണ്. തുടർന്ന് നമ്മുടെ സഹജീവികളായ മനുഷ്യരോടും, പിന്നീട് ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളോടും നാം സ്നേഹം പ്രകടിപ്പിക്കണം. കാരണം സ്നേഹമാണ് ഈശ്വരൻ. മനസ്സിൽ വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ട്, സ്വന്തം മാതാപിതാക്കളോട് പോലും വിരോധം വെച്ചുകൊണ്ട് പലരും കുംഭമേളയിൽ സ്നാനത്തിന് പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ള സ്നാനം കൊണ്ട് യാതൊരുവിധ പുണ്യവുമില്ല. അങ്ങനെയുള്ള സ്നാനത്തിന് ശേഷം ബാബമാരുടെ അനുഗ്രഹം ലഭിച്ചാലും അതുകൊണ്ട് നമുക്ക് മോക്ഷം ലഭിക്കില്ല. കുംഭമേളയും ബാബമാരും ഒന്നും മാജിക്ക് കാണിക്കാനുള്ള ഇടങ്ങളല്ല. മോക്ഷം വേണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം അധ്വാനിക്കണം. നമ്മുടെ വിധി നമ്മുടെ തന്നെ കയ്യിലാണ്. ഒരു ബാബയ്ക്കും നമ്മെ സ്വയം രക്ഷിക്കാൻ കഴിയില്ല.
ഈ സത്യം അറിഞ്ഞു വേണം കുംഭമേളയ്ക്ക് വരാനായി. സ്നാനം കഴിക്കുക, അതിൻ്റെ ഫോട്ടോ എടുക്കുക, ബാബമാരുടെ അനുഗ്രഹം തേടുക മുതലായവ എല്ലാം വഴിയായിട്ട് മോക്ഷം ലഭിക്കും എന്നുള്ളത് മിഥ്യാധാരണ മാത്രമാണ്. കുംഭമേളയ്ക്ക് പോയി എന്ന് പറഞ്ഞു നടന്നതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. പിന്നെയോ നമ്മുടെ ഇടങ്ങളിൽ സ്നേഹത്തിൻ്റെ വക്താക്കളാവുകയാണ് നാം വേണ്ടത്. ഈ സ്നേഹം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത്. വാക്കുകൾ കൊണ്ടുള്ള സ്നേഹമല്ല, ആവശ്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന യഥാർത്ഥ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ഭഗവാൻ തന്നെ സഹജീവികളുടെ സംരക്ഷണത്തിനായിട്ടാണ് ഭൂമിയിൽ അവതാരങ്ങൾ സ്വീകരിക്കുക. അതിനാൽ ഓരോ ജീവിയും ഭഗവാന്റെ അവതാരമാണ്. അതുകൊണ്ട് തന്നെ ജീവോ സേവ പരമോധർമ്മ.